മലയാള ഭാഷാ പാഠശാലയുടെ ഒ ചന്തുമേനോൻ പുരസ്കാരം അംബികാസുധൻ മാങ്ങാടിനും ഡോക്ടർ മുരളി മോഹൻ കെവിക്കും ഡയറക്ടർ ടി.പി. ഭാസ്കര പൊതുവാൾ സമർപ്പിച്ചു. പയ്യന്നൂർ മലയാള പാഠശാലയിൽ നടന്ന ചടങ്ങ് കിളിമാനൂർ രാമവർമ്മ സംഗീതാർച്ചനയോടുകൂടിയാണ് ആരംഭിച്ചത്. ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിലെ സാഹിത്യത്തിനോടും ഭാഷയോടും അതേ വിധത്തിലുള്ള ഒരു ഉത്കണ്ഠയാണ്. ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇത്ര നേരം അനുഭവിച്ചത് എത്ര വോൾട്ടേജുള്ള ഉത്കണ്ഠയാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഉത്കണ്ഠ ഭാഷയെക്കുറിച്ച് അങ്ങനെ ഒരു ഭാഷാ പാഠശാല മലയാളത്തിൽ ഇവിടെ വരാത്തവർ വേറെയൊന്നുമില്ല. ഇതിൻ്റെ മഹത്വം പങ്കിടാത്തവരും കുറച്ചേ ഉള്ളൂ. പയ്യന്നൂരിലല്ലാതെ ഇങ്ങനെയൊരു പാഠശാല സാധ്യമല്ല എന്നത് എനിക്കൊരു സംശയവും. പാഠശാല ഡയറക്ടർ ടി.പി. ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 2025 ഒ ചന്തുമേനോൻ അവാർഡ് അല്ലോഹ്ലൻ എന്ന നോവൽ എഴുതിയ പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാടും കതിവന്നൂർ വീരൻ ദേവനും കനലാടിയും എന്ന നോവൽ എഴുതിയ ഡോക്ടർ മുരളി മോഹനനും പുരസ്കാരങ്ങൾ പാഠശാലയുടെ അകത്തളത്തിലെ കുടുംബ സദസ്സിൽ വെച്ചാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് 2005 MT വാസുദേവൻ നായർക്കായിരുന്നു ആദ്യത്തെ ചന്തുമേനോൻ നോവൽ പുരസ്കാരം ലഭിച്ചത്. തുടർന്ന് പി. വത്സല, സി. രാധാകൃഷ്ണൻ, എം. മുകുന്ദൻ, പെരുമ്പടവം ശ്രീധരൻ, ടി. പത്മനാഭൻ തുടങ്ങിയ പ്രഗത്ഭരായ ഒട്ടേറെ എഴുത്തുകാർക്കാണ് അവാർഡ് നൽകിയത്. പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും 10,000 രൂപയുമായിരുന്നു പുരസ്കാരം. അവാർഡ് ശില്പങ്ങൾ ഒരുക്കിയ ചിത്രൻ കുഞ്ഞിമംഗലത്തെയും കേശവൻ നമ്പൂതിരിയെയും വേദിയിൽ വെച്ച് ആദരിച്ചു. ടി.പി. രാജലക്ഷ്മിയുടെ മയിൽപീലി എന്ന പുസ്തകം കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. മാധവൻ പുറച്ചേരി ഏറ്റുവാങ്ങി. കവി മാധവൻ പുറച്ചേരി, സാഹിത്യകാരന്മാരായ സുകുമാരൻ പെരിയച്ചൂർ, A.V. പവിത്രൻ, M.T. അന്നൂർ, സിനിമാ നാടക നടി ഭാനുമതി തുടങ്ങിയവർ സംസാരിച്ചു. മധുര ശുഭ മംഗളകാരി അനക നിരഞ്ജന ത്രിശൂലധാരി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.